ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും വന്നിട്ടുള്ളത് പതിവ് പോലെ കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് കത്തി. എത്ര പുതിയ കത്തി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ മൂർച്ചയൊക്കെ പോവാറുണ്ട്. അപ്പോൾ നമ്മളതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് പുതുതായിട്ടൊരു കത്തി വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ മൂർച്ച പോയിട്ടുള്ള കത്തി തന്നെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പുത്തനാക്കി എടുക്കാൻ പറ്റും. നല്ല പോലെ മൂർച്ച കൂടി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ വൈറ്റ് പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പേസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ മൂർച്ച കുറഞ്ഞ കത്തിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. രണ്ട് സൈഡിൽ നമ്മൾ പേസ്റ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതാ രണ്ട് സൈഡിലും ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പേസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈ കൊണ്ട് നമ്മൾ ആക്കുന്ന സമയത്ത് കയ്യിലൊക്കെ തട്ടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കിയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിതിൻ്റെ രണ്ട് സൈഡിലും സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള സെറാമിക് കപ്പുകളൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും. ഇത് ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൊരു കപ്പാണ് കേട്ടോ. അതിൻ്റെ കൈ പൊട്ടിപ്പോയത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കിയിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ ഈ ഒരു വശത്ത് വെച്ചിട്ട് നമുക്ക് കത്തി നല്ല രീതിയിൽ തന്നെ മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു സൈഡ് ഈ ഒരു രീതിയിലൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പേസ്റ്റോട് കൂടി തന്നെ കത്തിയുടെ ഒരു ഭാഗം ഉരച്ചെടുത്തതിന് ശേഷം മറുവശം കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 വശവും ഞാൻ മാറി മാറി ഉരച്ചെടുത്തിട്ടുണ്ട്. ഏത് കത്തി ആയാലും കത്രിക ആയാലും ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ 2 വശവും നന്നായിട്ട് തന്നെ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഈ പേസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു കത്തിയുടെ എഡ്ജൊക്കെ നല്ല പോലെ തന്നെ ഷാർപ്പായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി രണ്ടാമത്തെ ടിപ്പിലോട്ട് പോകാം. നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഡ്രസ്സുകളിലൊക്കെ വരച്ച് വരാറുണ്ട് മഷിയൊക്കെ ആയിട്ട്. അത് നമ്മൾ വരച്ചെടുക്കുന്ന സമയത്ത് നല്ല പാടാണ് കളയാൻ. എന്നാൽ അതുപോലെ മഷിയോ അല്ലെങ്കിൽ വരച്ചതൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷർട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിത് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലേക്കായിട്ട് ഈ ഒരു ഷർട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡ് ഇങ്കിലാണ് ഞാൻ വരച്ചിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഏത് മഷിയാണെങ്കിലും അതല്ലെങ്കിൽ ഏത് തുണിയായാലും നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു മഷിയുടെ കറയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ വരച്ച ആ ഒരു ഭാഗത്തേക്ക് ഞാൻ ഡെറ്റോളാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു തുണിയുടെ അടിയിലായിട്ട് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഡെറ്റോൾ ആക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ആ ഒരു മഷിക്കടയൊക്കെ നല്ല രീതിയിൽ പോയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഡെറ്റോൾ ആക്കിയൊരു ഭാഗം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരുമ്പി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ വരച്ച വരകളെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറൊരു രീതിയിലും ഇതുപോലെ മഷിക്കടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ആ ഒരു രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതേ ഷർട്ടിൻ്റെ കോളറിൻ്റെ ഭാഗത്ത് ഞാൻ ബ്ലാക്കിങ്ങിലാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ഇതുപോലെ വരച്ചതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് സ്പ്രേ ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഏത് സ്പ്രേ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാനിത് ആ ഒരു വരച്ചതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ തന്നെ സ്പ്രേ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മഷിക്കടയൊക്കെ നല്ല രീതിയിൽ ഇളകി കിട്ടിയതായിട്ട് കാണാം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഞാൻ കയ്യിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നോർമൽ വാട്ടറിലൊന്ന് കഴുകിയെടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതാ ഈ ഒരു ഷർട്ട് സാധാ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. നമ്മൾ കോളറുടെ ഭാഗത്തായാലും അതല്ലെങ്കിൽ അടിവശത്തായാലും ഞാൻ ആ വരച്ച ഒരു അടയാളം പോലും കാണുന്നില്ല. നല്ല രീതിയിൽ തന്നെ എനിക്ക് ആ ഒരു മഷിക്കറയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. ഒത്തിരി ഔഷധ ഗുണമുള്ള ഒന്ന് തന്നെയാണ് തേൻ. ചില സമയങ്ങളിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ തേൻ വാങ്ങാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഒറിജിനൽ തേനാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതല്ലെങ്കിൽ വ്യാജനാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒത്തിരി മെത്തേഡുകളുണ്ട്. അതിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് അല്പം തേൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ തേനിന് മുകളിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേനിന് മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കാം. നമ്മളിതുപോലെ കറക്കുന്ന സമയത്ത് കണ്ടോ ചെറിയ ചെറിയ അറകളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ കറക്കി കഴിഞ്ഞാൽ ഒരു അറ പോവുകയും ചെയ്യും.
വീണ്ടും ഇതുപോലെ കിടക്കുന്ന സമയത്ത് ചെറിയ ചെറിയ അറകളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനെ അറകളായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ തേനാണെന്ന് മനസ്സിലാക്കാം. ഇനി തേനൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. കുറച്ച് പിന്നെടുത്തിട്ടുണ്ട്. പിന്നൊക്കെ കുറച്ച് കാലം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷാർപ്പ് എഡ്ജൊക്കെ പോയിട്ട് തുണിയിലൊക്കെ നമുക്ക് കുത്താൻ പറ്റാതെ വരാറുണ്ട്. അതല്ലെങ്കിൽ വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു എഡ്ജിനൊക്കെ ഷാർപ്പില്ലാണ്ട് ആവാറുണ്ട്. ആ ഒരു പ്രോബ്ലം നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഐറ്റം കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാവരുടെ വീടുകളിലുള്ള ഒന്ന് തന്നെയാണ് ഇതുപോലെയുള്ള അരിപ്പ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ, കമ്പിയുടെ അരിപ്പയാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ ഞാനിതാ പിന്നെടുത്തിട്ടുണ്ട്. പിന്നിൻ്റെ ആ ഒരു മൊന വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലൊന്ന് അരിച്ചു കൊടുക്കാം. ഓരോ പിന്നും ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. എത്ര മൂർച്ച പോയിട്ടുണ്ടെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കത് ആ ഒരു ഷാർപ്പ് എഡ്ജൊക്കെ കിട്ടും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. കുറച്ച് സമയം നമ്മൾ മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനായിട്ട് സമയം ചെലവഴിക്കാതെ നമ്മളൊക്കെ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ കളയാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതാ മോൻ്റെ ട്രൗസർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അവിടെ നിന്ന് ഞാൻ ആദ്യം ഈ ഒരു പിന്ന് കുത്തി നോക്കുന്ന സമയത്ത് എനിക്ക് താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ പിന്ന് താഴ്ത്താൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഏറ്റവും കൂടുതൽ കട്ടിയുള്ള ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അവിടെയാണ് കേട്ടോ ഞാൻ ഈ ഒരു പിന്ന് താഴ്ത്താൻ നോക്കുന്നത്. കണ്ടില്ലേ, കൂട്ടി യോജിപ്പിക്കുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ ഞാനത് താഴ്ത്തി നോക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തും എനിക്ക് ഈ ഒരു പിന്ന് ഇതുപോലെ കുത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.